ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. എം.ടി. വാസുദേവൻ നായർ എഴുതിയ ചെറുകഥ. നോക്കൂ, എനിക്ക് മനസ്സിലാവാത്തത് വേണ്ട. ഞാൻ രസം കേൾക്കണോ? എല്ലാവരും വലിയ പേടിയോടെയാണ് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതൊക്കെ കേട്ട് ഞാനും കുറച്ചൊക്കെ വിശ്വസിച്ചിരുന്നു. ദംഷ്ട്ര താഴ്ത്തി ഒറ്റ വലി വലിച്ചാൽ ചോര മുഴുവൻ അതിൻ്റെ വയറ്റിൽ, പിന്നെ എല്ല് ചവച്ചു തുപ്പും. ഇതൊക്കെ പറയുന്നത് പാവം കുഞ്ഞാത്തലിനെ പറ്റിയാണ്. 2 സമയത്താണ് മേലേപ്പറമ്പിലൂടെ യക്ഷിയുടെ നടത്തം എന്ന് പറഞ്ഞിരുന്നു. ഉച്ചക്കാനം നോക്കി പകല്, പിന്നെ പാതിരായ്ക്ക്. പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത് അമ്മ അടുക്കളത്തളത്തിൽ വന്ന് കിടക്കുന്നതിനും വലിയമ്മ കാപ്പിയുണ്ടാക്കാൻ എഴുന്നേൽക്കുന്നതിനും ഇടയ്ക്കുള്ള സമയത്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ ഉച്ചക്കാനം എന്ന് പറയുന്നത്. എന്തു ഭാഷയാണാവോ? ആ സമയത്ത് അക്കരയെന്ന് വന്ന മുത്തശ്ശി പുറംപറമ്പിലൊക്കെ നടക്കും. ഓരോ ഇലയും വേരുമൊക്കെ പറിക്കും. മുത്തശ്ശിക്കു മാത്രമറിയാവുന്ന മരുന്നുകളാണ് ഇതൊക്കെ. മുത്തശ്ശി മരിക്കുന്നതിനു മുൻപേ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് തന്നെ, വേറെ ആർക്ക്? മുത്തശ്ശി കിടപ്പായപ്പോൾ ഞാൻ ആരും കാണാതെ ഒറ്റയ്ക്കായി നടത്തും. അപ്പോൾ എന്തോ കണ്ടു പേടിച്ച് ആരൊക്കെയോ എൻ്റെ മേൽ കൂടിയെന്നാണ് അമ്മയും വലിയമ്മയും പറയുന്നത്. അശ്രീകരം പിടിച്ച തള്ള വന്നതു മുതൽ അനർത്ഥം തുടങ്ങിയെന്ന് തോക്കുകാരൻ രാവുണ്ണിനായരും. ആ സമയത്ത് കയ്യാലമുറ്റത്തുകൂടി മറ്റൊരു യക്ഷിയുടെ പതുങ്ങിയുള്ള പോക്കുണ്ട്. വേറാരുമല്ല, വല്യമ്മയുടെ തൃപുത്രി തന്നെ, സരോജിനിയേടത്തി. ഇല്ലക്കാരുടെ പുറത്തെ കുളത്തിൽ ചൂണ്ടലിട്ടിരിക്കുന്ന ഗന്ധർവനെയും ഇവർ കാണില്ല. അവിടേക്കാണ് പോക്ക്. ഉച്ചക്കാനം നോക്കി പടിഞ്ഞാറ്റയുടെ കുത്തഴിയിലൂടെ ആടിനെ മേയ്ക്കാനെന്നും പറഞ്ഞ് നടക്കുന്ന നാണിക്കുട്ടിയോട് കയ്യും കലാശവും കാണിച്ചു നിൽക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഏട്ടൻ. ബാധ അയാൾക്കാണ്. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ? വല്ലതും രസം പറഞ്ഞിരിക്കാമെന്ന് വെച്ച് ചെന്നാൽ ചാരുപടിയുടെ മെത്താരണയിൽ മുടി പരത്തിയിട്ട് സിനിമാക്കാരുടെ ചിത്രങ്ങളുള്ള ഓരോ ബുക്കുകൾ വായിച്ച് കിടക്കുന്ന ആൾ ഓടിക്കും. ആയമ്മയുടെ ഗമ എന്താണ്? പറയുമ്പോൾ എന്നേക്കാൾ 3 വയസ്സേ മൂപ്പുള്ളൂ. നേരെ ഏട്ടത്തിയമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ? ദയയില്ല. ഒരിക്കൽ ഉച്ചക്കാനത്തിൽ വെറുതെ നടക്കുമ്പോൾ ഉരുണിയൻ മാവിൻ്റെ ചോട്ടിലൊരാൾ. ഇവർ പറഞ്ഞ് യക്ഷി തന്നെ. ഓടാനും വയ്യ, നിലവിളിക്കാനും വയ്യ. അപ്പോൾ കണ്ണും പൂട്ടി അർജുനൻ ഫൽഗുനൻ ഉരുവിട്ടു നിന്നു. പതുക്കെ വിളി കേട്ടു, ജാനകിക്കുട്ടി. എല്ലാവരും വിളിക്കുന്ന പോലെ ഞാട്ടി എന്നല്ല, എനിക്കാ വിളിയേ ഇഷ്ടമല്ല. ശരിക്കും മുഴുവൻ പേരും പറഞ്ഞ് സ്നേഹത്തിലുള്ള വിളിയാണിത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അടുത്ത് കുഞ്ഞാത്തല് നിൽക്കുന്നു. യക്ഷി എന്ന് പറഞ്ഞാൽ മുമ്പ് കുന്നംകുളത്തിൻ്റെ അടുത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുപോയ ആത്തേമാരുകുട്ടിയില്ലേ, അതുപോലെ ഇരിക്കും. കരയും കുറിയുമുള്ള വെള്ളമുണ്ട്, ബ്ലൗസും വെള്ള, പിന്നെ ആകെ ഒരു ശീലപ്പൊതപ്പ്, ചോന്ന ചാന്തോണ്ട് പൊട്ട്, കാതിൽ ചിറ്റ്, കഴുത്തിൽ കാശിമാല. ജാനകിക്കുട്ടി എന്താ ഒറ്റയ്ക്ക്? ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. ജാനകിക്കുട്ടിയുടെ മുത്തശ്ശിയമ്മ ഇപ്പോൾ എന്താ വരാത്ത്? സംസാരിക്കുമ്പോൾ ഞാൻ വായിലാണ് നോക്കിയിരുന്നത്. പേടിക്കുന്നുണ്ട് എന്ന് തോന്നാൻ പാടില്ലല്ലോ. ഞാൻ വെറുതെ ചോദിച്ചു, ദംഷ്ട്ര എവിടെ? ആത്തേമാരുട്ടി ചിരിച്ചു. ഭംഗിയുള്ള പല്ല്, അത് കൊല്ലേണ്ടവരെ കാണുമ്പോഴേ വരൂ എന്ന് പറഞ്ഞു. അത് വിചാരിച്ച് ഒരാളും കളിക്കാൻ കൂടുന്നില്ല. താഴത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പെരത്തറയുണ്ട്. പണ്ടവിടെ ഇല്ലത്തെ ഏതോ പണിക്കാരി താമസിച്ചിരുന്നു. അതിൻ്റെ ചുറ്റിലും നെൽപ്പനയുടെ കാടാണ്. അവിടെ ഇരുന്ന് യക്ഷിമടയിൽ നിന്ന് വെറ്റിലയും അടക്കയും എടുത്ത് മുറുക്കി 3ഉം കൂട്ടാൻ എനിക്കൊരു മോഹമൊക്കെ തോന്നി. അത് മനസ്സിലായി യക്ഷിക്ക്. കുട്ടികൾ മുറുക്കാൻ പാടില്ല. ഞാൻ നല്ല നല്ല ചെറിയ കല്ലുകൾ നോക്കി പെറുക്കിക്കൊണ്ടുവന്നു. ഞങ്ങൾ പിന്നെ ഇരുന്ന് കൊത്തങ്കല്ല് കളിച്ചു. ഹായ്, ഒരു പിടിക്ക് 4ഉം 5ഉം പെറുക്കുന്നത് കാണണം. ജയിച്ചത് കുഞ്ഞാത്തല് തന്നെ. ഞാൻ അങ്ങനെ വിളിക്കുന്നതാ യക്ഷിക്കിഷ്ടം. നാളെ ജാനകിക്കുട്ടി ജയിച്ചോളൂ. യക്ഷി ചിരിച്ചു. തോറ്റാലും കളിക്കാൻ ഒരാളുണ്ടായല്ലോ. യക്ഷികൾക്ക് വാക്കിന് വ്യവസ്ഥയുണ്ട്. നാളെ തരാം എന്ന് എൻ്റെ ഏടത്തി പറഞ്ഞാൽ ഒഴിവാക്കലാണ്, തരില്ല. ഇവരങ്ങനെയല്ല. പിറ്റേന്ന് ശരിക്കും ഞാനാ ജയിച്ചത്. സന്ധ്യയ്ക്ക് മുത്തശ്ശിയാണ് നാമം ചൊല്ലിത്തരുന്നത്. ഇപ്പോൾ തുടങ്ങിയതാണ്.
തള്ളയെക്കൊണ്ട് ഒരു ഉപകാരം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് മുത്തശ്ശി കേൾക്കെ അമ്മ ഒരിക്കൽ പറഞ്ഞു. അതിൻ്റെ ശേഷം അമ്മയുടെയും വല്യമ്മയുടെയും അമ്മയാണ് ശരിക്കുള്ള മുത്തശ്ശി. ഞാൻ കണ്ടിട്ടില്ല, മുമ്പേ മരിച്ചു. അവരുടെ താഴെയുള്ളയാളാ ഈ അക്കരയെന്ന് വന്ന മുത്തശ്ശി. മക്കളാരും നോക്കാത്തത് ഈ തള്ളയുടെ ശീലഗുണം കൊണ്ട് തന്നെ. ഏട്ടാ, ഈ മുത്തശ്ശിയെപ്പറ്റിയാണ് അമ്മയും വലിയമ്മയും ഇരുന്ന് പറയുന്നത്. ചീത്ത പറയാൻ വേറൊരു ഭാഷയാണ് ഏട്ടാ. വയ്യാൻ്റെ കിടപ്പായപ്പോൾ അമ്മ സങ്കടപ്പെട്ടു. ഇനി ഈ അശ്രീകരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ വേണം. ഓരോ അനർത്ഥങ്ങൾ വന്നു ചേരും. യക്ഷിയെ കണ്ടതും ഞങ്ങൾ കൊത്തങ്കല്ല് കളിച്ചതും ഞാൻ സന്ധ്യയ്ക്ക് അക്കരെ മുത്തശ്ശിയോട് പറഞ്ഞു, മിണ്ടണ്ട, ആരോടും മിണ്ടണ്ട. അവരെ എനിക്കറിയാം. അവരാരും എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യില്ല. കൊത്തങ്കല്ലും അടുത്തപ്പോൾ യക്ഷിയും ഞാനും വേറെ വഴികളിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് കരിനീലിയെ കണ്ടത്. പറപ്പൂതം വരാറില്ലേ വേലയ്ക്ക്? അതുപോലെ. മുറ്റമടിക്കാനും ചാണകം വാരാനും കാളിയില്ലേ? കാളി കുറച്ചും കൂടി ചെറുപ്പമായാൽ എങ്ങനെയിരിക്കും? അത് തന്നെ. ബ്ലൗസ് ഇടില്ല, കഴുത്തു നിറച്ച് കല്ലുമാല, പുകല കൂട്ടി മുറുക്കിയിട്ടാവും പല്ലൊക്കെ കറാന്ന്. കുറച്ചപ്പുറത്ത് കാഞ്ഞിരത്തിൻ്റെ ചോട്ടിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞാത്തലിന് ആദ്യം ദേഷ്യമാണ് വന്നത്. കരിനീലി പതുക്കെ പറഞ്ഞു തന്നു. യക്ഷിയും കരിനീലയും ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നോക്കി നിന്നു. അമ്മയും വലിയമ്മയും കൂടി അങ്ങനെ മത്സരിച്ച് നോക്കാറുണ്ട്. ഇത് അതിലും ഭയങ്കരം. തമ്മിൽ വലിയ യുദ്ധവും ഉണ്ടാവുമോ എന്നായിരുന്നു ഭയം. ഒന്നും ഉണ്ടായില്ല. തമ്പുരാട്ടി എന്താ എന്നെയും കളിക്കാൻ കൂട്ടാത്തത്? നീലി ചോദിച്ചു. അപ്പോൾ എൻ്റെ ആള് കുഞ്ഞാത്തലി ചിരിച്ചു. വന്നു. നീലി കളം വരച്ചു. ഓട്ടിൻ കഷണം കൊണ്ടുവന്നു. ഞങ്ങൾ മൂന്നാളും കൂടി വട്ടുകളിച്ചു. അതും ഞാൻ സന്ധ്യയ്ക്ക് മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി ചിരിച്ച് തലയിൽ തടവി. എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല, ഒരനർത്ഥവും വരില്ല. ഞങ്ങൾ കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ കുഞ്ഞാത്തല് ബ്രഹ്മരക്ഷസിനെ കാണിച്ചു തന്നു. പണ്ട് ഞങ്ങൾ കൊത്തങ്കല്ല് കളിച്ച് തറയിൽ നിൽക്കുന്നു. മരിച്ച കുഞ്ചുനമ്പൂരി മൂന്നാള് പൊക്കം വെച്ചാൽ എങ്ങനെയിരിക്കും? അത് തന്നെ. അതിൻ്റെ വഴിക്ക് പോവണ്ട, ലോഹ്യത്തിനൊന്നും നിൽക്കണ്ട, നമ്മളെയൊന്നും ചെയ്യില്ല. ഞങ്ങളെ നോക്കിയതും കൂടിയില്ല. ഞങ്ങൾ കളിക്കുന്നത് മറഞ്ഞു നിന്ന് നോക്കാൻ വേറെ ചിലരുണ്ട്. എല്ലാം നീലിയുടെ ലോഹ്യക്കാരാണ്. പറക്കുട്ടി, കരിങ്കുട്ടി, കള്ളാടിമുത്തൻ ഒക്കെ പുല്ലാനിക്കാട്ടിൽ പരുങ്ങി നിൽക്കുകയുള്ളൂ. അടുത്തേക്ക് വരുമെന്ന് തോന്നുമ്പോൾ യക്ഷിയൊന്ന് നോക്കും. ഉടനെ അവർ പൊന്തയിൽ മറയുകയും ചെയ്യും. ഒരിക്കൽ എൻ്റെ കാലിൽ മുള്ളു തെറിച്ചു, കാരമുള്ള്. അതിന് നീലി ശരിക്കും കള്ളാടിമുത്തനെ ചീത്ത പറഞ്ഞു. കാലുകുത്തി പഴുത്ത് കുട്ടി കിടപ്പിലായാലുണ്ടല്ലോ നിന്നെ ഞാൻ. പിറ്റേന്ന് ഉറുമ്പ് കടിച്ച വേദന കൂടി തോന്നിയില്ല. വാക്കിന് വ്യവസ്ഥയുള്ളവർ. രാത്രി മുമ്പ് ഞാൻ അക്കരെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു കിടപ്പ്. ഇപ്പോൾ അമ്മയുടെ കട്ടിലിൻ്റെ താഴെ എൻ്റെ ഏടത്തിയുടെ കൂടെയാണ്. ആയമ്മയ്ക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമല്ല. രാത്രി ഏടത്തി വേഗം ഉറങ്ങും. ചിലപ്പോൾ സരോജിനി ഏടത്തിയും വന്ന് പഞ്ചായത്ത് പറഞ്ഞിരിക്കും അമ്മ വരുന്നത് വരെ. രാത്രി എനിക്ക് ഉറക്കം വരില്ല. ഇവർ പറയുന്നത് പോലെ അതൊരു സുഖക്കേടല്ല, കാര്യം രഹസ്യമാണ്. അസൂയ. നീലിയും കുഞ്ഞാത്തലും കൂടി രാത്രിയിലും കളിച്ചു നടക്കുന്നത് ആലോചിച്ച അസൂയ. ഒരിക്കൽ വാഴത്തോട്ടത്തിലൂടെ രണ്ടാളും എന്തോ തിന്നും കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ജനലിൻ്റെ അടുത്തു വന്ന് ഞാൻ പതുക്കെ വിളിച്ചു, കുഞ്ഞാത്തലേ, നീലി. അവർ കേട്ടതേയില്ല. വല്ലാത്ത കൂട്ടര്. അപ്പോഴാണ് അമ്മ എഴുന്നേറ്റതും ഭൂകമ്പമുണ്ടായതും. വിളക്ക് കത്തിച്ചു. എല്ലാവരും ഓടി വന്നു. അതിനിപ്പോഴെന്തേ ഉണ്ടായത്? വയ്യാത്തയിടത്ത് അക്കരെ മുത്തശ്ശിയും തപ്പിത്തടഞ്ഞു വന്നപ്പോൾ അമ്മ അലറി, തള്ളേ, നിങ്ങളുടെ വകയും ഇനി അനർത്ഥം ഉണ്ടാക്കണ്ട, വല്ലതുക്കിലും കെട്ടിപ്പടഞ്ഞ് വീണ് മാരണം. പണിക്കര് എന്തായാലും സൂത്രക്കാരനാണ്. അയാൾ ഞാൻ കുഞ്ഞാത്തലിൻ്റെയും നീലിയുടെയും കൂടെ കളിച്ചു നടക്കുന്നതൊക്കെ കവടി വെച്ച് നോക്കി കൃത്യമായി പറഞ്ഞു അത്രേ. പക്ഷെ ഇവരുടെ വിഡ്ഢിത്തം കേൾക്കണോ? തെക്കൻ ചൊവ്വയും കൂടെ കൂടിയിട്ടുണ്ട് എന്നയാൾ പറഞ്ഞപ്പോൾ ഇവർ വിശ്വസിച്ചു. അതൊരു പണിക്കരുടെ കണക്ക് പിഴച്ചു. ഇവർ രാവുണി നായരെ അയച്ച് അന്നകരയിലെ അമ്പലത്തിൽ 101 ഉറുപ്പികയും വെച്ചു. ഭഗവതിക്ക് കിട്ടട്ടെ, നല്ലതല്ലേ. എന്നാൽ ഞങ്ങൾ കളിക്കുന്ന വഴിക്കൊരിക്കലും തെക്കൻ ചൊവ്വയും വന്നിട്ടില്ല, വടക്കൻ ചൊവ്വയും വന്നിട്ടില്ല. വന്നാൽ തന്നെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടാനും പോണില്ല. ഏത് തരക്കാരിയാണെന്ന് ആര് കണ്ടു? അമ്മൂമ്മയ്ക്കിടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് ദേഷ്യവും. സൂക്കേടായാലെന്ത്? ഇവിടെ ആരെങ്കിലും ചത്താലെന്ത്? ഇവറ്റിൻ്റെ തന്തയ്ക്ക് വല്ല ഈശലുമുണ്ടോ? അച്ഛന് വാൾപ്പാറയിൽ ചായത്തോട്ടത്തിലെ പണിയുടെ ഇടയ്ക്ക് എപ്പോഴും ഓടി വരാൻ പറ്റില്ലല്ലോ. ഏട്ടൻ പോയി കണ്ടതാണ്. മൂപ്പധികമായ ഇല നുള്ളിക്കൊണ്ടുവന്നാൽ അച്ഛൻ എടുക്കില്ല.
പൊടിക്കുമ്പോഴൊക്കെ അച്ഛൻ അടുത്ത് നിൽക്കണം. അച്ഛൻ നോക്കാത്തപ്പോഴുണ്ടാക്കുന്ന ചായപ്പൊടി പീടികക്കാർ വിൽക്കുമ്പോഴാണ് മണ്ണ് ചോയ്ക്കുന്നു, ചായ പുളിവെള്ളമായിരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ കുറ്റം പറയുന്നത്. അവിടെ പണിക്ക് എന്ന് പറഞ്ഞൊരു ഉർവശിയെ കൊണ്ടുപോയി നിർത്തിയത് മുതൽക്കാണ് അച്ഛൻ്റെ തല തിരിഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത്. അധികം കളിച്ചാലേ ഞാൻ കുഞ്ഞാത്തലിനോട് പറയും. പറയാത്തത് ദേഷ്യം വന്ന് ദംഷ്ട്രയെടുത്ത് വല്ലതും ചെയ്താൽ ഉർവശിക്ക് മാത്രമല്ല അച്ഛനും വല്ലതും പറ്റും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. എൻ്റെ ഏടത്തിയും സരോജിനി ഏടത്തിയുമൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും എന്നെ തുറിച്ചു നോക്കണത് എനിക്കത്ര ഇഷ്ടമാവുന്നില്ല. ഞാൻ അങ്ങോട്ടും നോക്കിയാലോ രണ്ടും പേടിച്ച് തിരിഞ്ഞു നടക്കും. എന്നെയും കുറേശ്ശെ പേടിയുണ്ട് അല്ലേ? തല കുളിച്ചാൽ ഞാൻ ഇപ്പോഴും മുത്തശ്ശിയുടെ അടുത്ത് പോകും. തലയിൽ രാസ്നാദിപ്പൊടി തിരുമ്പണത് മുത്തശ്ശിയാണ്. വയെങ്കിലും അമർത്തി തിരുമ്പും. കുറേശ്ശെ വേദന തോന്നും. പിന്നെ പൊടിയുടെ മണമുള്ള വിരൽ മൂക്കിൽ വെച്ച് തരും. അത് വലിക്കണം. പിന്നെ ഒരു ജലദോഷവും വരില്ല. 2 നാഴിക നടന്ന് പഠിക്കണ്ട എന്ന് നിശ്ചയിച്ചത് അച്ഛൻ എഴുതിയിട്ടാണത്രേ. എന്നെ കൂടെ കൊണ്ടുപോകുന്നത് പത്രാസിന് കുറവാണെന്ന് തോന്നി. ഈ അമ്മയും എൻ്റെ ഏടത്തി അതിന് എസ് വെച്ചിട്ടുണ്ടാവും. 2 നാഴിക എന്നുവെച്ചാൽ പെരുത്തുകാതും ദൂരമൊന്നുമില്ല. തെക്കേ ഇല്ലത്തൊടിയുടെ വേലി മുതൽക്ക് ആശാരിപ്പറമ്പിൻ്റെ അതിരിലെ പാല വരെ ഞാനും കുഞ്ഞാത്തലും നീലിയും എത്ര പ്രാവശ്യം നടന്നിരിക്കുന്നു, ഓടിയിരിക്കുന്നു. വെറുതെ ഇല്ലാത്ത സൂക്കേടൊന്നും ആളുകൾ പറഞ്ഞുണ്ടാക്കണ്ട. ഇനി ട്യൂഷൻ വയ്ക്കാൻ ആളെ തിരയുന്നുണ്ട്. ഉച്ച തിരിയുന്ന നേരത്ത് എന്ന് മാത്രമല്ല, ഏത് നേരത്തും പുറംപറമ്പിലൂടെ പോകരുത് എന്നായി പുതിയ നിയമം. അത് പഴയ പാമ്പിൻകാവിൻ്റെ ബാക്കിയായ പൊന്തയ്ക്കടുത്ത് കുഞ്ഞാത്തൽ വന്ന നേരം നോക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാത്തലും നീലിയും കൂടെ വീട്ടിലെല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന നേരത്ത് അകത്തു വരാൻ തുടങ്ങി. ഞങ്ങളെല്ലാ മുറികളിലും നടക്കും. ഉറങ്ങുന്നവരുടെ ഗോഷ്ഠികളൊക്കെ കണ്ട് ചിരിക്കും. കയ്യും കലാശവും കാട്ടി നിൽക്കുന്ന ഏട്ടൻ ഞങ്ങളെ തല്ലാൻ വന്നു. ദംഷ്ട്ര കുറച്ച് നീണ്ടതാണ്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞാത്തലി തിരിഞ്ഞു നടന്നത്. നീലിക്ക് ദേഷ്യം വന്നാൽ തുപ്പലാണ്. മേലൊക്കെ പിന്നെ പളുങ്കുപോലെ വസൂരി പൊന്തും. അതും ഞാൻ തടഞ്ഞിട്ടാണ് ചെയ്യാത്തത്. ഞങ്ങൾ കുറേ നേരം മുത്തശ്ശിയുടെ മുറിയിലിരുന്ന് തായം കളിക്കും. മുത്തശ്ശിക്കും അത് സമ്മതമാണ്. ഒരിക്കൽ അമ്മയോ വല്യമ്മയോ ആരോ ഒരാൾ ഞങ്ങൾ അകത്ത് നടക്കുന്നത് കണ്ടു. പിന്നെയും ഭൂകമ്പം. വേറൊരു പണിക്കാരെ വരുത്തി. ഒരാളല്ല, 2 ആൾ. കൂട്ടത്തിലെല്ലാവരുടെയും ജാതകം നോക്കലും നടക്കുമല്ലോ. അച്ഛന് കൈവശം കൊടുത്ത ഉർവശിയുടെ കാര്യം അമ്മയ്ക്കറിയണം. എനിക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വരയ്ക്കലും കബഡിയളക്കലും ശ്ലോകം ചൊല്ലലും. കല്യാണക്കാര്യം പറയുന്നത് എപ്പോഴാണ് എന്നറിയാൻ കാതും കൂർപ്പിച്ച് ഒരാൾ തെക്കിനിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതാണ് ശരിക്കുള്ള ഭൂതത്താൻ. സരോജിനിയെടുത്തി. കല്ലടിക്കോട്ടു നിന്നോ മറ്റോ വലിയ മന്ത്രവാദിയെ വരുത്താൻ നിശ്ചയിച്ചു. തേക്കുകാരൻ രാവുണ്ണി പോയി ദിവസം നിശ്ചയിച്ച് ചാർത്തു വാങ്ങി വന്നു. അവരിരുന്ന് മന്ത്രവാദിയുടെ വലിപ്പം പറയുന്നത് ഞാനും കേട്ടു കുറച്ചൊക്കെ. ഉടൻ ഞാൻ കുഞ്ഞാത്തലിനെ വിളിച്ചു. ചെയ്യാൻ പോകുന്നത് അവരറിയണമല്ലോ. കൈക്കോട്ട് തീയിലിട്ട് പഴുപ്പിക്കും. കാഞ്ഞിരമുട്ടിയിൽ ആണിയടിക്കും. എരിപൊരി സഞ്ചാരം കൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ടി വരും. നീലിയും കുഞ്ഞാത്തലും അത് കേട്ട് ചിരിച്ചതേയുള്ളൂ. മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കുമുണ്ട് ഒരു ചിരി. എന്നെ ഇരുത്തിയിട്ടാണ് വയസ്സൻ കല്ലടിക്കോടൻ പൂജ നടത്തിയത്. ഒരുപാട് വിളക്കുകൾ, ചക്രം പോലെ ഒരു കളം. കുറച്ചൊക്കെ പേടി തോന്നി. കുഞ്ഞാത്തലും നീലിയും വന്ന് എൻ്റെ പിന്നിൽ നിന്നപ്പോഴേ ഒരു സമാധാനം തോന്നിയുള്ളൂ. ഏങ്ങി വലിച്ച് മുത്തശ്ശിയും വന്നിരുന്നപ്പോൾ എനിക്ക് ധൈര്യമായി. കാഞ്ഞിരമുട്ടിയിൽ ആണിയടിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു കുഞ്ഞാത്തലിനെ നോക്കി. കുഞ്ഞാത്തൽ ദേഷ്യത്തിലാണ്. നീലി കണ്ണിറുക്കി കുഞ്ഞാത്തലിനെപ്പറ്റി എന്തോ ഒരു ആംഗ്യം കാട്ടി ചിരിച്ചു. വരിക്കപ്ലാവിൻ്റെ വിറക് കത്തുമ്പോഴത്തെ ചൂട്, എന്തൊരു പുക! തലചുറ്റി പിന്നാക്കം വീണപ്പോൾ കുഞ്ഞാത്തൽ പിടിച്ചു. ഉറക്കം വരുന്നതുപോലെ. ഒഴിഞ്ഞു, ഒക്കെ ഒഴിഞ്ഞു, ഇനിയൊന്നും ഉണ്ടാവില്ല, കല്ലടിക്കോടൻ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാത്തലിൻ്റെ മടിയിൽ കിടന്ന് ചിരിച്ചു. കുഞ്ഞാത്തൽ സ്വകാര്യം പറഞ്ഞു ചെവിയിൽ, ഉറങ്ങിക്കോളൂ ജാനകിക്കുട്ടി, ഉറങ്ങിക്കോളൂ. കളഭത്തിൻ്റെയും കോടിമുണ്ടിൻ്റെയും മണമുണ്ട് കുഞ്ഞാത്തലിന്. അതിൻ്റെ പിറ്റേ ദിവസം വലിയച്ഛൻ വന്നു, സരോജിനിയേടത്തിയുടെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്നാണാവോ വരുന്നത്? മുത്തശ്ശി പറഞ്ഞു, 2 മാസത്തെ ലീവേ ഉള്ളൂ. അതിനു മുമ്പ് സരോജിനിക്കുട്ടിയുടെ കല്യാണം നടത്തണം. ആളെയും നിശ്ചയിച്ചിരിക്കുന്നു. വലിയച്ഛൻ്റെ കമ്പനിയിൽ തന്നെ പണിയെടുക്കുന്ന ഒരു ശങ്കരനാരായണൻ. പരുങ്ങി കുഞ്ഞാത്തലും നീലിയും സന്ധ്യയ്ക്ക് വന്നു. കല്ലടിക്കോടൻ വന്നതുകൊണ്ട് നാട് വിട്ടുപോയി എന്നല്ലേ മറ്റുള്ളവരുടെ വിചാരം. ജാനകിക്കുട്ടിയുടെ പൊടമുറി കൂടി കാണാൻ എനിക്ക് യോഗം ഉണ്ടാവുമോ? മുത്തശ്ശി കുഞ്ഞാത്തലിനോട് ചോദിച്ചു. കുഞ്ഞാത്തൽ ആലോചിച്ചു. ഞാനും എൻ്റെ ഏടത്തിയും കൂടി മേൽ കഴുകാൻ പോകുമ്പോഴാണ് വേറൊരു പൂരം. ചൂണ്ടലിടുന്ന ഭാസ്കരൻ സരോജിനിയെടുത്തിയ പുളിച്ച ചീത്ത. സരോജിനിയെടുത്തി കണ്ണിൽ വെള്ളം നിറച്ച് ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നു.
ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടാളും രണ്ടു വഴിക്ക് തലയും താഴ്ത്തി ഒറ്റപ്പോക്ക്. കല്യാണത്തിൻ്റെ താലികെട്ടലും മാലയിടലുമൊക്കെ ഭഗവതി അമ്പലത്തിൻ്റെ നടക്കൽ. സദ്യ വീട്ടിൽ. കുഞ്ഞാത്തലിനും നീലിക്കും എനിക്കും ഒരേപോലത്തെ പാവാടയും ബ്ലൗസും കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. വലിയച്ഛൻ വന്ന ശേഷം പിന്നെ വീട്ടിൽ തിരക്കോട് തിരക്ക് തന്നെ. ഒരുപാട് ആളുകൾ വരുന്നു പോവുന്നു. നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ഉണ്ണാൻ 10-40 ആളുകളുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് കിടക്കുന്നിടത്ത് കഞ്ഞിക്ക് പുറമേ ഇടിച്ചു പിഴിഞ്ഞ പായസം കുറച്ച് കൊണ്ടുപോയി കൊടുത്തത് ഞാനാണ്. മുത്തശ്ശിക്ക് ചുട്ടിയുള്ള ഒരു മുണ്ടും ഏറാപ്പും വേണമെന്ന് പറഞ്ഞു. എത്ര വയ്യെങ്കിലും അമ്പലത്തിൻ്റെ നടക്കൽ പോണം, കല്യാണം കാണണം. അമ്മ പറഞ്ഞു, വെറുതെ അതിനൊന്നും മെനക്കെടണ്ട, 2 ആൾ താങ്ങി പിടിക്കേണ്ടി വരും. അവൾ പോകുമ്പോൾ അവിടുന്ന് നമസ്കരിക്കും, അപ്പോൾ അരിയും പൂവ് ഇട്ടാൽ മതി. അന്ന് പുറത്തെ കുളിമുറിയിലേക്ക് ചുവര് പിടിച്ച് നടക്കുമ്പോൾ മുത്തശ്ശി വീണു. കണ്ടില്ലേ, ഇങ്ങനത്തെ ആളാ കുന്നത്തമ്പലത്തിൻ്റെ പടി കയറിപ്പോവാൻ നിന്നത്. മുറിയിലേക്ക് എടുത്തു കിടത്തുമ്പോൾ വലിയമ്മ വലിയച്ഛനോട് പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ ഈ പ്രായത്തിൽ വീണാൽ പിന്നെ എണീക്കലില്ല. എല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ, തേക്കുകാരൻ രാവുണി, അയാളുടെ വക. മുത്തശ്ശിക്ക് രാത്രി വല്ലാത്ത പനി, ഛർദി. പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു. ചന്ദനം കൊണ്ട് ഗോപി തൊട്ടയൊരു ഡോക്ടർ. മുത്തശ്ശി ഞരങ്ങിക്കൊണ്ട് കിടക്കുമ്പോൾ ഞാൻ പതുക്കെ ചെന്ന് നോക്കി. സാരില്ല സാരില്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയെ നോക്കാൻ വീട്ടിലുള്ളവരറിയാതെ എൻ്റെ ചങ്ങാതിമാരും ഇടയ്ക്ക് വന്നു. എല്ലാം വിറ്റു തൊലച്ച് മക്കളെ കുത്തി ആട്ടിയില്ലേ ശ്രീകരം. വയ്യാത്ത കാലത്ത് വന്നു ചേരാൻ കണ്ടത് ഇവിടെ. വലിയച്ഛൻ മുറ്റത്ത് നടന്നുകൊണ്ട് കാണാൻ വന്നവരോട് പറഞ്ഞു, മഹോദര, രാവുണി നായർ പറഞ്ഞു, ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ജലദോഷം വന്നാലും അയാൾ ആസ്പത്രിയിലേക്ക് വിടും, അതിന് കമ്മീഷനുണ്ട്. അതിൻ്റെ ഇടയിലാണ് വലിയമ്മ പറഞ്ഞത്, ഈശ്വരാ, തള്ള ഇതിൻ്റെ ഇടയിൽ എങ്ങാനും തീർന്നാലോ. തീർന്നാൽ തീരട്ടെ, നേരെയുള്ള മുത്തശ്ശിയൊന്നും അല്ലല്ലോ. എന്നാലും തറവാട്ടിൽ ഇപ്പോൾ പ്രായം ചെന്നിരിക്കുന്നയാളാണ് എന്ന സ്ഥാനമുണ്ട്, പുലയുമുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശിയുടെ ജ്യേഷ്ഠത്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? രാവുണി നായർ ബോംബെയിൽ പണിയെടുക്കുന്ന വലിയച്ഛൻ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. വലിയമ്മയും വലിയച്ഛനും പോയി പണ്ടങ്ങൾ വാങ്ങി വന്നു. തൃശ്ശൂർക്കാർക്കേ പണ്ടങ്ങളുടെ ഫാഷൻ അറിയൂ. ഞാനുമെല്ലാം കണ്ടു. എൻ്റെ ഏട്ടത്തിക്ക് അതിൽ ചിലതൊക്കെ കഴുത്തിലും മാറത്തും വെച്ച് നോക്കി ഇത്തിരി നേരം ഞെളിയാനും തരം കിട്ടി. അതൊക്കെ പുറത്ത് നിരത്തി വെച്ച നേരത്ത് കുഞ്ഞാത്തലും നീലിയും വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവർ വന്നത് പിന്നെ രാത്രിയിലാണ്. പണ്ടങ്ങളുടെ ഭംഗി പറഞ്ഞപ്പോൾ കുഞ്ഞാത്തലിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. യക്ഷിയല്ലേ, എത്ര പണ്ടങ്ങൾ വേണമെങ്കിലും മിനിറ്റ് വെച്ച് വരുത്താം, അതുകൊണ്ടാവും. കുഞ്ഞാത്തലിൻ്റെ കഴുത്ത് തന്നെ ശീലപ്പുതപ്പ് കൊണ്ട് കാണില്ല. നീലിക്ക് സ്വർണം തന്നെ വേണ്ട, വലിയ വലിയ കല്ലുമാലകൾ മതി. നടക്കുമ്പോൾ കിലുങ്ങണം. അതാ ഞങ്ങൾക്ക് പറഞ്ഞത്, നീലി പറഞ്ഞു. ആര് പറഞ്ഞത്? അതാ നിയമം. ഗോപി തൊട്ട ഡോക്ടറുടെ ഷീട്ട് പ്രകാരം വാങ്ങിയ മരുന്നൊന്നും തന്നെ മുത്തശ്ശി കഴിക്കുന്നില്ല. അത് കണ്ടുപിടിച്ചത് ഏട്ടനാണ്. അപ്പോൾ കുഞ്ഞൻ വൈദ്യരെ വരുത്തി. വീട്ടിൽ വരുന്നവർ ചിലരൊക്കെ മുത്തശ്ശി കിടക്കുന്ന ചെറിയ മുറിയുടെ വാതിക്കൽ വന്ന് എത്തി നോക്കി. പട്ടാമ്പിയിൽ നിന്ന് വന്ന ഒരു തള്ളയും മകളും മുത്തശ്ശിയോട് പറഞ്ഞു, ഇനി അധികം കഷ്ടപ്പെടുത്താണ്ട് ഒരു നല്ല വഴിക്ക് കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചു കിടന്നോളൂ. കുട്ടികൾ കഴിയുന്നതൊക്കെ ചെയ്യണുണ്ടല്ലോ. ഞാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. തള്ള പുറത്തു വന്നപ്പോൾ എന്നെ ഒന്ന് തുറിച്ചു നോക്കി. കുഞ്ചിക്കുട്ടിയുടെ 2ാമത്തെ മകളല്ലേ ഇത്? കൂടെയുള്ള ചുവന്ന സാരി ചുറ്റിയ സ്ത്രീ പറഞ്ഞു. ആ, ഇവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഭേദമുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ മുത്തശ്ശിയുടെ കട്ടിലിൻ്റെ കാൽക്കൽ മുറവുമായി ചെന്നിരുന്നു. വീട്ടിൽ തിരക്ക് കൂടിയപ്പോൾ ചെറിയ പണികൾ എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. മച്ചിലെ വിളക്ക് തുടയ്ക്കൽ, ചെറുപയറിൻ്റെ കല്ലുപെറുക്കൽ. കുഞ്ഞാത്തലും നീലിയും വന്നാൽ അധികം സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ബോംബെയിൽ താമസിക്കാൻ പോകുന്നതുകൊണ്ട് സരോജിനി ഏടത്തിയെ എൻ്റെ ഏടത്തി മുറി ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രയോഗം എൻ്റെ നേർക്കാണ്. ഞാട്ടി ബാഹർ ജാ, ജാട്ടി ഇതറ. ആകെ ഒരു പൂരം തന്നെ. ഞാനത് സന്ധ്യയ്ക്ക് അവരപ്പന്തലിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞാത്തലിനോടും പ്രയോഗിച്ചു നോക്കി. കുഞ്ഞാത്തലെ ഇതറ, നീലി ഇതറ, ഇടി. നോക്കുമ്പോൾ ഏട്ടൻ. ഇനിയും ഓരോന്ന് തുടങ്ങിയാലുണ്ടല്ലോ, ചെവിടി ഞാൻ അടിച്ചു പൊളിക്കും. എന്താ എന്താ ഓടിയെത്തിയ അമ്മ. ബാക്കി വല്ല കാശുമുണ്ടെങ്കിൽ അതും കൂടി തീരണമല്ലോ. അതിനുള്ള വഴി ഉണ്ടാക്കണുണ്ട് ഈ അശ്രീകരം. പോ, നേരില്ലാത്ത നേരത്ത് പുറത്ത് നിൽക്കണ്ട, പോ, എന്നോട് അമ്മ കൽപ്പിച്ചു. സാരമില്ല എന്ന് കുഞ്ഞാത്തലിനോട് സൂത്രത്തിൽ ആംഗ്യം കാണിച്ച് ഞാൻ നടന്നു. അന്ന് രാത്രി അച്ഛൻ വരുമെന്ന് കേട്ടിരുന്നു. വന്നില്ല. അതൊരു ചെറിയ ബഹളം. ലീവില്ലാത്തതുകൊണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് എത്തൂ, അന്ന് തന്നെ മടങ്ങുകയും ചെയ്യും. കത്തുവന്നു. ബഹളം. പിന്നെയും ഉർവശിക്ക് ശാപം. വരുന്നവരെ സൽക്കരിക്കൽ, വലിപ്പം പറയൽ, പണ്ടം കാണിക്കൽ, വാങ്ങിയ സാരികളുടെ മുന്താണി കാണിക്കൽ. നേരത്തിന് എനിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ, മുത്തശ്ശിക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന ചിന്ത ഒരാൾക്കുമില്ല. തിരക്കല്ലേ. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. രാത്രിയിൽ സർക്കീട്ടിന് പോകുമ്പോൾ തെക്കേ തളത്തിൻ്റെ
കുത്തഴിയിൽ വന്ന് കുഞ്ഞാത്തൽ നോക്കിയപ്പോൾ ഞാൻ പതുക്കെ ചോദിച്ചു, എവിടെ ദംഷ്ട്ര? എല്ലാറ്റിൻ്റെയും ചോര കുടിച്ച് വിടുക വേണ്ടത്. വേണോ? കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. ആലോചിക്കട്ടെ എന്ന ഭാവത്തിൽ കുഞ്ഞാത്തൽ മുടി കുടഞ്ഞിട്ട് യക്ഷിയായി അകത്ത് കിടക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി ചിരിച്ചു. ഒരു പരിചയവുമില്ലാത്തവരാണ് ഈ കിടക്കുന്നത്. 3 ദിവസം മുമ്പേ കല്യാണത്തിന് വന്ന് കൂടിയിരിക്കുന്നു. വലിയച്ഛൻ വന്ന ശേഷം സരോജിനിയെടുത്തി എൻ്റെ അമ്മയുടെ മുറിയിലാണ് കിടപ്പ്. എൻ്റെ കോസറി ഇങ്ങോട്ട് മാറ്റി. ഹിന്ദി പറഞ്ഞ് പഠിക്കട്ടെ. ഞാൻ വിചാരിച്ചാൽ വേണ്ട. രാത്രി എന്തോ ഒരൊച്ച കേട്ട് ഉണർന്നു. തിരക്ക്, ബഹളം. വേഗം വായുഗുളിക എടുക്കൂ. ആരുടെയോ കൽപ്പന. കല്യാണം കഴിഞ്ഞു കിട്ടുന്നതുവരെ ഒന്നും വരുത്തരുതേ എന്ന് വലിയമ്മയുടെ പ്രാർത്ഥന. മുത്തശ്ശിക്ക് വീണ്ടും വയ്യാതായിരിക്കുന്നു അത്രേ. ഈ ബഹളത്തിലും ചിലരൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുന്നു. ഞാൻ എഴുന്നേറ്റ് വേഗം മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. വാതിൽക്കൽ തന്നെ എന്നെ കണ്ടപ്പോൾ അമ്മ ഓടിച്ചു, പോയി കിടന്നോ, നിന്നെ ആരും വിളിച്ചില്ല. പിറ്റേന്ന് പന്തലിൻ്റെ പണി കഴിഞ്ഞു. അടുക്കള മുറ്റത്ത് ദേഹണ്ണക്കാർക്ക് നെടുമ്പുരയുണ്ടാക്കി. കോവിലകത്തു നിന്നുള്ള വലിയ ചെമ്പുകളും വട്ടളവും എത്തി. വലിയമ്മ തുന്നാൻ കൊടുത്ത എൻ്റെ പാവാടയും ബ്ലൗസും എത്തി. കളറ് അത്ര ഇഷ്ടമായില്ല, എന്നാലും തുണി നന്ന്, പട്ടാണ്. ഇതൊക്കെ വാങ്ങിത്തരണതേ നല്ല കുട്ടിയായ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാണ്, മനസ്സിലായോ? വലിയമ്മ എൻ്റെ തല തടവി. ഞാനിനി എന്തായാലും കമാ എന്ന അക്ഷരം പറയില്ല, ഉറപ്പിച്ചതാണ്. അവർ കുഞ്ഞാത്തലും നീലിയും എന്തൊക്കെ പുതിയ കളികളാണാവോ കളിക്കുന്നത്. ഈ വഴിക്കേ കാണുന്നില്ല. ഈ ബഹളം കണ്ടാൽ തന്നെ ആരും ഇവിടേക്ക് തിക്കിത്തിരക്ക് വരില്ല. മുത്തശ്ശിയുടെ മുറിയിൽ മൂത്രത്തിൻ്റെ മണം. മുത്തശ്ശി ശ്വാസം വിടുമ്പോൾ വല്ലാത്ത ശബ്ദം. തലയിളക്കി അടുത്തു വരാൻ ആംഗ്യം കാട്ടി. ഞാൻ അടുത്തു ചെന്ന് നിന്നു. വലിയച്ഛനും രാവുണ്ണിയും വാതിൽക്കൽ വന്ന് നോക്കി. പന്തലിൻ്റെ വിധാനം കഴിഞ്ഞപ്പോൾ പാടത്തേക്ക് കോളാമ്പി വെച്ച് പാട്ടുപാടിക്കാൻ തുടങ്ങി. ഒരു കോളാമ്പി കുന്നിൻപുറത്തേക്കുമുണ്ട്. പുറംവളപ്പിലിരുന്ന് എൻ്റെ ചങ്ങാതിമാരും കേൾക്കട്ടെ. 2 ബസ്സിലും 3 കാറിലുമാണത്രേ കല്യാണക്കാർ വരുന്നത്. അവർ നിരത്തിലിറങ്ങുന്നിടത്ത് ഏട്ടൻ നിൽക്കണം. അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക്. ആലിൻ്റെ ചോട്ടിൽ നാദസ്വരക്കാർ റെഡി ഉണ്ടാവും. ദേഹണക്കാരോട് രാവുണ്ണി പറഞ്ഞു, 9:30 ഇവിടെ എല്ലാവരും എത്തും. 10 ആദ്യത്തെ പന്തിക്ക് ഇലയിടണം. എന്താ, എമ്പ്രാന്തിരി റെഡിയല്ലേ? ഓ. രാത്രി മുഴുവൻ പുറത്ത് ദേഹണ്ണക്കാരുടെ ശബ്ദം. കിടക്കാനേ സ്ഥലമില്ലാകത്ത്. മുത്തശ്ശിയുടെ കിടപ്പ് കണ്ടപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് കല്യാണത്തിന് വരാനൊന്നും കഴിയുമെന്ന് തോന്നിയില്ല. പോണതിന് മുമ്പേ ഒന്ന് കാലു തൊട്ട് തൊഴുതു. മുത്തശ്ശിയുടെ സ്ഥാനമുള്ളതല്ലേ, ഒരു മുണ്ടും കാൽക്കൽ വെച്ചു. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. എന്നാലും അമ്മ സരോജിനിയടത്തിയോട് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ രാവുണ്ണി നായരുടെ വക ചിരി. കോടിയുടെ ആവശ്യം ഉണ്ടാവും, നല്ലതു വേണ്ട. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ പാവാട കാണിക്കുവാൻ കുഞ്ഞാത്തലിൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടിപ്പോവാൻ നിശ്ചയിച്ചതാണ്. എണീറ്റ് വന്നപ്പോൾ കണി രാവുണ്ണി നായരെ. ചതിച്ചല്ലോ കുഞ്ഞുകുട്ടിയമ്മേ. എല്ലാവരും കൂടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടി. വലിയച്ഛൻ ഓടി വന്നു. കഴിഞ്ഞു. മിണ്ടണ്ട, പുറത്തൊറ്റക്കുട്ടി അറിയണ്ട. സദ്യ കഴിഞ്ഞ് അവർ ബസ് കയറിയിട്ട് അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? പുറത്തൊരു കുട്ടി. എന്നിട്ട് നോക്കിയത് എന്നെയാണ്. വലിയച്ഛന് ദേഷ്യം. വലിയമ്മ വിളിച്ചു, വാ ജാട്ടി, ഇവിടെ വാ, പറയട്ടെ. ഞാൻ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിക്ക് തീരെ വയ്യ. ഇനി ആ മുറിയിലേക്കൊന്നും പോണ്ട. കുളിച്ച് വേഗം ഡ്രസ്സ് ചെയ്തു. അച്ഛനിപ്പോ എത്തും. പോ. അവൾക്കൊന്നും അറിയില്ല. രാവുണ്ണി, താൻ ഇവിടെ തന്നെ. പുറത്തിറങ്ങിയാൽ ഒക്കെ നിർത്തിവെക്കണം എന്നുവരെ പറയാൻ ആളുണ്ടാവും. അതിന് ശാസ്ത്രം ഉണ്ടാവും. തനിക്ക് മനസ്സിലാവണുണ്ടോ? ഓ. ഞാൻ ഒരുങ്ങി. ഒരു നീല റിബൺ കെട്ടിത്തന്നു ഏടത്തി. പാതിരയ്ക്ക് എപ്പോഴോ തുടങ്ങിയതാണ് സരോജിനി ഏടത്തിയെ ചമയിക്കൽ. തലയിൽ ഒരു ചോട് പൂവ് വെച്ച് കെട്ടാൻ തന്നെ 4 ആൾ വേണം. സത്യം പറഞ്ഞാലോ, പൂവും പണ്ടങ്ങളും എല്ലാം കെട്ടി ഞാത്തിയിട്ടപ്പോൾ സാധാരണ കാണണ അത്രയും കൂടി ഭംഗി തോന്നിയില്ല എനിക്ക്. എന്താ നിൽക്കണ്? ഇറങ്ങിക്കോളിൻ പെണ്ണുങ്ങളെ വേഗം. പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു, സരോജിനിയടത്തി, മുത്തശ്ശിയെ നമസ്കരിക്കണ്ടേ? പെണ്ണെ, തുളയാരം പറയാണ്ട് നടന്നു. എൻ്റെ അമ്മയുടെ വക. അച്ഛൻ വരാത്ത ദേഷ്യവും അതിലുണ്ട്. മുത്തശ്ശിയുടെ വാതുക്കലൊന്നും നിന്നതുകൂടിയില്ല ആരും. ഞാൻ ഇടനാഴിയിൽ സംശയിച്ചു നിന്നു. എടി, എന്താ അവിടെ വട്ടം തിരിയണം? നടക്ക്. വലിയമ്മയുടെ ചീത്ത. ഞാൻ അകത്തു നിന്ന് നേരെ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അവിടെ നിന്ന് ഞാൻ നേരെ നെടുമ്പുരയുടെ പിന്നിലൂടെ ഓടി. ഓടുമ്പോൾ പട്ടുപാവാടയുടെ ശബ്ദമുണ്ട്, നല്ല രസാ. പുരത്തറയുടെ അടുത്ത് മുടി ചിക്കിക്കൊണ്ട് കുഞ്ഞാത്തൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാത്തൽ തനിച്ചാണ്. ഒന്ന് നമസ്കരിക്കാണ്ടെയാ സരോജിനിയടത്തി പോയത്. കുഞ്ഞാത്തലൊന്നും പറഞ്ഞില്ല. എനിക്ക് ദേഷ്യം വന്നു. വലിയ യക്ഷിയാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ സൂക്കേടിത്തിരി മാറ്റിക്കൂടെ? കല്യാണം കാണാൻ മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞാത്തൽ ചിരിച്ചു. പാലക്കൊമ്പത്തേക്കൊക്കെ പറക്കുന്നൊക്കെ പറയണത് ശുദ്ധ പുളിയായിരിക്കും. കുഞ്ഞാത്തൽ എന്നെ ഒന്ന് നോക്കി. ഞാനും വരാം കല്യാണത്തിന്. മുത്തശ്ശിയേയും വിളിച്ചു വാ, ഞങ്ങൾ പഠിക്കൽ നിൽക്കാം. ഞാൻ സംശയിച്ചു നിന്നപ്പോൾ
കുഞ്ഞാത്തൽ പറഞ്ഞു, ഞാനാ പറയണത്, മുത്തശ്ശി വരും, വിളിച്ചോ. ഞാൻ തിരിച്ചോടി വീടിനകത്ത് കയറിയപ്പോൾ രാവുണ്ണി നായർ ചോദിച്ചു, എന്താ കുട്ടി ഇവിടെ? മുത്തശ്ശിയുടെ വാതിൽക്കൽ വെച്ച് രാവുണ്ണി നായർ പറഞ്ഞു, പോണ്ട, കുട്ടി അമ്പലത്തിൽ പോകാണ്ട് ഇവിടെ എന്തിനാ ചുറ്റിത്തിരിയണത്? മുത്തശ്ശി വരണുണ്ട്. മുത്തശ്ശിയോ? മുത്തശ്ശി മരിച്ചു കുട്ടിയെ. ആരോടും സദ്യ കരയണത് വരെ പറയണില്ല. കുട്ടി ഇത് കൊട്ടിഘോഷിക്കാനും പോകണ്ട. അകത്തേക്ക് കയറി ഇനി അത് കണ്ട് പേടിച്ചിട്ട്. ഞാനത് കേൾക്കാതെ വാതിലുന്തിയപ്പോൾ അയാൾ ദേഷ്യത്തിൽ നോക്കി. കയറിക്കോ, എനിക്കെന്താ? അയാൾ തടഞ്ഞത് കൂട്ടാക്കാതെ ഞാൻ വാതിൽ പെട്ടെന്ന് തുറന്നു. മുത്തശ്ശി അനങ്ങാതെ കിടക്കുന്നു. കഴുത്തുവരെ പുതച്ചിട്ടുണ്ട്. ദേഷ്യം പിടിച്ച് മരിച്ച മാതിരി കിടക്കുകയാവും. ചിലപ്പോൾ അമ്മയോടും വലിയമ്മയോടും പിണങ്ങി ഭക്ഷണം കഴിക്കാതെ കിടക്കാറുണ്ട്. മുത്തശ്ശിക്കും അങ്ങനെ പല സൂത്രങ്ങളുമുണ്ട്. കല്യാണം കാണാതെ മുത്തശ്ശി മരിക്കാൻ പാടില്ല, മരിക്കാൻ സമ്മതിക്കില്ല. മുത്തശ്ശി വരണില്ലേ, ഇത് ഞാനാ. വാതുക്കൽ നിന്ന് രാവുണ്ണി നായരുടെ ഒരു പരിഹാസം. മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ, വേഗം കണ്ണു തുറന്നു. ഇപ്പോഴോ? മുഹൂർത്തമായി, നമുക്ക് പോണ്ടേ? മുത്തശ്ശി എഴുന്നേറ്റിരുന്നു. മുണ്ട് മാറ്റണോ? മുത്തശ്ശി മുണ്ട് കുടഞ്ഞുടുത്തു. പുതപ്പ് തലവഴിയിട്ടു. കട്ടിലിൽ നിന്നിറങ്ങി വേഗത്തിൽ എൻ്റെ കൈ പിടിച്ച് നടന്നു. പുറത്ത് പരിഹാസത്തോടെ ഇരിക്കുന്ന രാവുണ്ണി നായരെ നോക്കി ഞാനും മുത്തശ്ശിയും നടന്നു. മുറ്റത്ത് നീലിയും കുഞ്ഞാത്തലും പറഞ്ഞ പോലെ ഞങ്ങൾ നാലാളും കൈകോർത്ത് പിടിച്ച് ഓടി. മുത്തശ്ശിക്ക് ഞങ്ങളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്നതാണ് അത്ഭുതം. മുത്തശ്ശിയാണ് ഞങ്ങളെ വലിച്ചും കൊണ്ട് ഓടുന്നത്. ഇടവഴി കയറി ആലിൻചോട്ടിലെത്തിയപ്പോൾ നാദസ്വരം കിട്ടു. ചുറ്റമ്പലത്തിലെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ തിരക്കി കയറിയപ്പോൾ ഒരാളും ഞങ്ങളെ നോക്കിയില്ല. മുത്തശ്ശി ചിരിച്ചും കൊണ്ടെല്ലാം കണ്ടു. എത്തിയത് നല്ല നേരം. മാലയിടാൻ തുടങ്ങുന്നതേയുള്ളൂ. താലി കെട്ടിക്കഴിഞ്ഞപ്പോൾ അരിയും പൂവും ഇടാൻ എല്ലാവരും കൂടി. മുത്തശ്ശി എന്നെ നോക്കി. ഒരു പിടി ഞാനും വാരിയെടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തു. കുഞ്ഞാത്തലിനോട് ചോദിച്ചു, വേണോ? അപ്പോൾ കുഞ്ഞാത്തലിൻ്റെ നോട്ടം എന്നെയല്ല, സരോജിനിയേടത്തിയെ, മാലയിട്ടയാളെ. കണ്ണിൽ നിന്ന് പുക വരുന്നതുപോലെ ദംഷ്ട്ര വലുതാകുന്നു. പൂച്ചണ്ടും പിടിച്ച് സരോജിനിയേടത്തിയെ മുട്ടിനിന്ന് ഫോട്ടോവിന് ചിരിക്കുന്ന ആളുടെ നേരെ കുഞ്ഞാത്തലി ചാടുന്നത് കണ്ടപ്പോൾ ഞാൻ ഉറക്കം നിലവിളിച്ചുപോയി. പിന്നെ കുറേ നേരത്തേക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കിടക്കുന്നിടത്ത് സരോജിനിയേടത്തിയും കല്യാണം കഴിച്ച് ഏട്ടനും നിൽക്കുന്നത് കണ്ടപ്പോഴേ സമാധാനമായുള്ളൂ. അപ്പോൾ കുഞ്ഞാത്തൽ ഒന്നും ചെയ്തില്ല. സുഖക്കേട് മാറിയാൽ അവരുടെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു. വയ്യെങ്കിൽ നീ എന്തിനാ ഒറ്റയ്ക്ക് ഓടി വന്നത്? വലിയമ്മ ചോദിച്ചു. ഒറ്റയ്ക്കല്ല, മുത്തശ്ശിയും വന്നു. പിന്നെ ഭഗവാനെ ഭഗവാനെ, അമ്മ നാമം ജപിച്ചു. രാവുണ്ണിയാരോട് ചോദിച്ചു നോക്കൂ, രാവുണ്ണിയാർ കണ്ടതല്ലേ? പെണ്ണിന് ഓരോ ഭ്രമം തോന്നുക. ഞാൻ എന്തു പറഞ്ഞാലും ഇല്ലാത്തതുണ്ടാക്കി പറയലാണ്. കളവല്ല എന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതി മുത്തശ്ശി വന്നതും കല്യാണം കണ്ടതും അരിയും പൂവും എറിഞ്ഞതും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി. ചില സ്വകാര്യം പറച്ചില്. പിന്നെ കല്യാണക്കാരും സരോജിനിയേടത്തിയും ഒക്കെ പോയ ശേഷമാണ് മുത്തശ്ശി മരിച്ച വിവരം പറഞ്ഞത്. ഇനി മരിച്ചോട്ടെ, എന്നാലും കല്യാണം കണ്ടല്ലോ. കല്യാണം കഴിയുന്നതുവരെ മരിച്ചില്ലല്ലോ. അത് കുടുംബത്തോട് സ്നേഹമുള്ള തള്ളയായതുകൊണ്ടാണെന്ന് അകത്ത് അടിച്ചു വാരാൻ വന്ന പെണ്ണുങ്ങൾ. രാവുണ്ണി നായർ മുത്തശ്ശിയുടെ മുറിക്കകത്തു നിന്ന് വന്ന ഒറ്റ നിലവിളി. എന്താ എന്താ? അപ്പുറത്തെ ബഹളമൊക്കെ എനിക്ക് കേൾക്കാം. കുളിപ്പിച്ച് കിടത്തിയത് ഞാനല്ലേ? തള്ളയുടെ കയ്യിൽ വെള്ളരിയും തുളസിപ്പൂവും. ഇപ്പോഴോ? ഞാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസമായില്ല. കുട്ടിയുടെ മീതെ കയറിയിട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? ആരും മീതെ കയറിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു പോയതാണ്. ചത്താലും വിട്ടു പോവില്ല എന്ന ലക്ഷണ ഇത്. മണ്ണാനെ വിളിച്ച് ചുടലയിൽ ഒരു ക്രിയ ചെയ്യുന്ന കാര്യം രാവുണ്ണിയാർ പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ പിന്നെയും ചുറ്റിപ്പറ്റി നിൽക്കും. ഞാൻ കണ്ണടച്ച് കിടന്നു കുറച്ചു നേരം. അപ്പോൾ കുഞ്ഞാത്തലും നീലിയും കടന്നു വന്നു. കണ്ണു തുറക്കാതെ തന്നെ അവരുടെ മണം കേട്ടാൽ അറിയാം. ഞാൻ മിണ്ടിയില്ല. വേണ്ടാത്ത നേരത്ത് ദംഷ്ട്ര കാണിച്ച ആളുകളെ പേടിപ്പിക്കൽ. എൻ്റെ അടുത്ത് വരണ്ട, കളിക്കാൻ ഇനി ഞാൻ കൂടില്ല, എൻ്റെ അടുത്ത് വരണ്ട, പൊയ്ക്കോളിൻ. അവർ തല താഴ്ത്തി പോകുന്നത് കണ്ണു തുറക്കാതെ തന്നെ ഞാൻ കണ്ടു. മുത്തശ്ശിക്ക് ചെറിയൊരു മാവിൻ്റെ തൈയാണ് വെട്ടിയത്. പേരിന് മതിയത്രേ. കല്യാണത്തിൻ്റെ വിറക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. കിടക്കുന്നിടത്ത് നിന്ന് മുത്തശ്ശിയെ താങ്ങിക്കൊണ്ടു പോകുന്നത് ഒരു മിന്നാട്ടം കണ്ടു. മുത്തശ്ശി പോകാതെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും എന്നല്ലേ രാവുണ്ണിയാർ പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റു. തളത്തിലെ കുത്തഴിയിലൂടെ നോക്കിയാൽ കാണാം, കശുമാവിൻ്റെ അടുത്താണ് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്. 5-6 ആളുണ്ട്. മുത്തശ്ശിയെ താങ്ങി പിടിച്ച് കിടത്തി മീതെ വിറക് വെച്ച് തീ കത്തിച്ചപ്പോൾ ഹൗ, എന്തൊരു ചൂടായിരിക്കും! അരുത്, അയ്യോ അരുത്! ആകെ പുക, ഒന്നും കാണാനേയില്ല. അല്ല, പുകയിൽ നിന്നാകെ മൂടിപ്പുതച്ച് പുറത്തു വരുന്നത് അതെ മുത്തശ്ശി തന്നെ. അതെ, മുത്തശ്ശി മരിക്കില്ല, ഇവിടം വിട്ടു പോവില്ല. എന്തൊക്കെ ബാക്കി കിടക്കണ്! പൊള്ളലിന്, മുറിക്ക്, മുണ്ടിവീക്കത്തിന് ഒക്കെ അരച്ചിടാൻ പറ്റിയ ഇലയും വേരും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. മുത്തശ്ശിയുടെ പുതപ്പ് വലിയ വെള്ളച്ചിറകുകളായി പറന്നുകൊണ്ടാണ് വരുന്നത്, നേരെ മുറ്റത്തേക്ക്. ഞാൻ നോക്കുമ്പോൾ മുത്തശ്ശി എൻ്റെ കട്ടിലിൽ. ഞാൻ അടക്കി ചിരിച്ച്
മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മരിച്ചൂന്ന് നടിച്ച് പിന്നെയും ആളുകളെ വിഡ്ഢിയാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പതുക്കെ ചിരിച്ചു. ഇപ്പോൾ മുത്തശ്ശി എവിടെയാണെന്നറിയോ ചേച്ചിക്ക്? ചേച്ചി ഇവിടുത്തെ നേഴ്സല്ലേ? എന്താ നേഴ്സുമാരുടെ വെള്ളക്കുപ്പായം ഇടാത്തത്? വന്നവരൊക്കെ പൊയ്ക്കോട്ടെ, അതിനെന്താ? വേറൊരാൾ വന്നത് പോയിട്ടില്ല. ആരാന്ന വിചാരം? നേരെ പിന്നിലുണ്ട്. ആ മുക്കിൽ എൻ്റെ പട്ടിൻ്റെ പാവാടയും ഉടുത്ത് മുടി പറ്റെ വെട്ടിയിരിക്കണത് ആരാണെന്നറിയോ? മുത്തശ്ശി തന്നെ. നമുക്ക് കളിക്കാം, ചേച്ചിയും വരൂ. മുത്തശ്ശിയും ചേച്ചിയും. പിന്നെ എന്താ ഓടണത്? എന്തിനാ ഒച്ചയിട്ട് ആളുകളെ വിളിക്കണത്? തുടങ്ങിയോ ഇവിടെയും ഭൂകമ്പം? മുത്തശ്ശി, അല്ല മുത്തശ്ശിയും പോയോ? ഇല്ല, മുത്തശ്ശി ജനലിന്മേൽ എങ്ങനെ എത്തി? അത് ശരി, കൈപിടിച്ച് മുത്തശ്ശി അകത്തേക്ക് ഇറക്കുന്നത്. അതെ അതെ, അവരെ തന്നെ. ദാ അവരും എത്തി. വിഡ്ഢി, നിന്റെ ഒരു പിണക്കം. ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല. കുഞ്ഞാത്തല് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. ഇപ്പോൾ കൊത്തങ്കല്ലാടാനും വട്ടുകളിക്കാനും മുത്തശ്ശിയടക്കം ഞങ്ങൾ 4 പേരായി. ഞാനും മുത്തശ്ശിക്കുട്ടിയും ഒരു പങ്ക്, നിങ്ങൾ 2 ആള്. സമം. രസം. ഇതിലും മീതെ എന്താ ഇനി ഒരു രസം വേണ്ടത്? ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. MT വാസുദേവൻ നായർ എഴുതിയ കഥയുടെ പോഡ്കാസ്റ്റ് രൂപം സമാപിക്കുന്നു.